ഇക്കഴിഞ്ഞ ദിവസം കൊറ്റംകുളങ്ങര ചമയവിളക്ക് നടക്കുകയുണ്ടായി. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് ചമയവിളക്കെടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പോലീസിനോ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കോ നിയന്ത്രിക്കാനാവാത്ത തരത്തിലുള്ള ഭക്തജന തിരക്കാണ് അന്ന് അവിടെയുണ്ടായത്. അവിടെ വെച്ചാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ ദയ ഗായത്രിക്കും കാവ്യകൃഷ്ണനും ഒരു ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഒരു മോശം അനുഭവം ഉണ്ടാകുന്നത്. ക്ഷേത്ര പരിസരത്ത് നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങി മാറണമെന്ന് അവർ പറയുന്നത് വീഡിയോയിൽ കാണാം. സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും നിരവധി പ്രതികരണങ്ങളാണ് ഇതിനെതിരെ ഉയർന്നു വരികയും ചെയ്തത്. ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ദയ ഗായത്രി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വീഡിയോ എടുത്ത ആരും ഞങ്ങൾക്ക് അയച്ചിരണ്ട, ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാം. ഓൾറെഡി മീഡിയക്കാർക്ക് സംസാരിക്കുന്നുണ്ടോ? മീഡിയക്കാർക്ക് എന്താ പറയുക, അതിനകത്ത് പെർമിഷൻ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് മീഡിയക്കാർക്ക്, അതുപോലെ യൂട്യൂബേഴ്സിന്, അതുപോലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ മീഡിയ പാസ് കിട്ടും. പാസ് കിട്ടിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് വരെ ഷൂട്ട് ചെയ്യായിരുന്നു. ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നിട്ട് വരെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സമാധാനമായിട്ട് തൊഴാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെ നിറച്ച ആളുകളായിരുന്നു. ഇപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെ മീഡിയക്കാർ കൂടി, അവർ എല്ലാവരും ഫോണും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, എല്ലാവരും ചുറ്റിലും നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ചൊന്നും ബ്ലോക്കായി അതിൻ്റെ അകത്ത്. അതിനുശേഷം ഞങ്ങളവിടുന്ന് മൂവ് ചെയ്തു. ശ്രീകോവിലിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ മൂവ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയാണ് പുറത്തോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ട് പുറത്തോട്ട് പോകുമ്പോൾ മീഡിയ അതിനും പിന്നാലെ ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, അതുകൂടാണ്ട് നാട്ടുകാരുണ്ടായിരുന്നു. അപ്പം മീഡിയ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നമല്ല. പിന്നെ അത്രേ ഉള്ളൂ. അത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കമ്മിറ്റിക്കാർ കണ്ടിട്ട് സോറിയൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു എന്താ പറയുക, തിരക്ക് കൂടുതലായതുകൊണ്ട് അവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതേ അവർ തന്നെ സിസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരുടെ അടുത്തൊക്കെ ഇതേ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിനകത്ത് കൂടെ വയ്ക്കാം. അപ്പം അവർ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾ ചെന്നതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറിയെന്നല്ല. പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പിന്നെ എപ്പോഴും ഉള്ളതാണ്. പ്രത്യേകിച്ച് മീഡിയയൊക്കെ ഉള്ളപ്പം എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ വരെ 6:30 വരെ അമ്പലത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ആരും ഓടിച്ച് ഇറക്കി വിട്ടതൊന്നുമല്ല. പിന്നെ അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. അത് ഞങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. അതായത് നമുക്ക് സൂചി കുത്താൻ ഇടയില്ലെന്ന് പറയുന്ന പോലെ തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങളുടെ വീഡിയോയൊക്കെ എന്താ അവിടെ പൊരിഞ്ഞ അടിയായിരുന്നു, പൊരിഞ്ഞ അടി. അതൊക്കെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് പോലീസുകാർ നാട്ടുകാരെ തല്ലുന്നു, എന്തൊക്കെ വേണം പറയാൻ. നാട്ടുകാർ തമ്മിൽ തല്ലുന്നു. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങൾ ആ ഉത്സവത്തിൻ്റെ വൈബൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഈ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയുക, ഞങ്ങൾ മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമാണ് എനിക്കുണ്ടായത്. കാരണം ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ മീഡിയ ഉണ്ടായതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ആരും ഇനി മീഡിയ അടുത്ത് അയച്ചു തരണ്ട.